ഭാരതീയരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹപ്രദമായ ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച. കാരണം ഇന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നമ്മുടെ വാഴ്ത്തപ്പെട്ട ദേവസഹായത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, പരസ്പരം സന്തോഷിക്കാം. ഒരു വിശുദ്ധനെ കൂടെ നമ്മുടെ ഭാരതത്തിന് ലഭിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഭാരതത്തിൽ ഒന്നുകൂടി ശക്തിപ്പെടുന്നതിന് ഇടയാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദേവസഹായം തൻ്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി കാഴ്ചവെച്ചവനാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം തന്നെ അവിടുന്നിലേക്ക് ആകർഷിച്ചു. ആ സ്നേഹം അവിടുത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി മരിച്ചു. ക്രിസ്തു ലോകത്തിന് നൽകിയ എല്ലാവിധ നന്മകളും മനസ്സിലാക്കിക്കൊണ്ടാണ് വാഴ്ത്തപ്പെട്ട ദേവസഹായം തൻ്റെ ജീവിതം നയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. നല്ല ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വേണ്ടി, മാനുഷിക നന്മകൾക്ക് വേണ്ടിയിട്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ ദേവസഹായം നമ്മെ ക്ഷണിക്കുകയാണ്. ദേവസഹായത്തെ നമുക്ക് വിശുദ്ധനായി നൽകിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ഭാരതീയരായ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഈ വിശുദ്ധൻ്റേതായ മാധ്യസ്ഥ്യ സഹായം പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വാഴ്ത്തപ്പെട്ട ദേവസഹായത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുവാൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനിയുടെ ആഗ്രഹപ്രകാരം സാർവത്രിക സഭയിലെ വണക്കത്തിനായി സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വിശുദ്ധ ബലിപീഠത്തിൽ ആ ചടങ്ങുകൾ നടക്കുമ്പോൾ ലോകത്തിൻ്റെ സമാധാനത്തിനും ലോകത്തിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഭാരതത്തിൽ നിന്ന് ഒരു വിശുദ്ധനെ കൂടി ലഭിച്ചിരിക്കുന്നു എന്ന വലിയ സന്തോഷം, സ്വർഗീയമായ ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷവും ഏറെ പ്രത്യാശയും നൽകുകയാണ്. നമ്മുടെ ഭാരതസഭയ്ക്ക് അഭിമാനകരമായ രീതിയിൽ, ഭാരതസഭയ്ക്ക് ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഈ വിശുദ്ധ പദവിയിലേക്കുള്ള ഈ ശുശ്രൂഷയും വാഴ്ത്തപ്പെട്ട ദേവസഹായത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥതയും നമുക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ ലഭ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യ ജീവിതം അനേകർ മാതൃകയായി ഇതുവഴി സ്വീകരിക്കട്ടെ. എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. വിശുദ്ധ ദേവസഹായത്തിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി കൂടുതൽ ദൈവകരുണ ലഭിക്കുമാറാകട്ടെ. ആമേൻ. We've just had the Vespers and the unusually big crowd, lot of devotees of our Lord, of course, the disciples of our Lord, the devotees of Deva Sahayam. And this is a very special moment for India because we have got a lay saint, and I think India is leading in the world in many ways, also giving martyrs, also showing how a lay person can achieve sanctity. Sanctity is not only meant for religious, for priests, for bishops, but also for lay people living a simple life. This is what Pope Francis has been telling us, what Pope John Paul said, Benedict said, and therefore it's a lesson to us. I wish that we learn more and more of the life of Deva Sahayam, how he came to know Jesus and how he's really remained faithful to Jesus in spite of all the challenges up to the martyrdom. God bless each one of you, all of you are viewing, and through the intercession of Blessed Deva Sahayam, may many graces come to you and to me and to India. God bless you. Thank you.